എഫിന്റെ കണ്ണാടിയിലെ പ്രചാരണ വേദിയിൽ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. പി കെ ശ്രീമതി ടീച്ചർ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഇവിടെ ചുമതലയിലൊക്കെ ഉണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? LDFിനെ സംബന്ധിച്ച് വീണ് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറയും. കാരണം ഡോക്ടർ സരിനിലൂടെ പാലക്കാട് നിയമസഭാ മണ്ഡലം LDF തിരിച്ചുപിടിക്കുമെന്ന് പറയുന്നത് ബഹുജനങ്ങളാണ്. ഈ ആരവമാണ്. ടീച്ചറെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ എന്നും വിവാദമായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പ് പല സ്ഥലങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പല വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിവാദത്തിനും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു പ്രസക്തിയുമില്ലാത്ത വിഷയമാണ്. വിവാദങ്ങളൊന്നും അവരെ കത്തിക്കാൻ നോക്കിയെങ്കിലും ഒരു ചെറിയ നനഞ്ഞ പടക്കം വലിയപ്പോയി. പാലക്കാടിന് ഡോക്ടർ സരിനിലൂടെ ശാപമോക്ഷം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേരുന്നു. അതിനെ പലതരത്തിൽ നോക്കിക്കാണുന്നുണ്ട് ആളുകൾ. ടീച്ചർ എങ്ങനെയാണ്? ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഒരാളെയും അധിക്ഷേപിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. സാധാരണ കോൺഗ്രസ്സുകാരിൽ നിന്നിങ്ങനെ തുരുതുരാ ആളുകൾ BJPയിലേക്ക് പോകുന്നതാണ് കണ്ടത്. കാരണം അതിൽ ആർക്കും വലിയ ഒരു അത്ഭുതമൊന്നുമില്ല. പക്ഷേ BJPയിൽ പ്രത്യേകിച്ച് RSSകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കോൺഗ്രസ്സിലേക്ക് പോയി എന്ന് പറയുന്നതും, എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിൽ ചെന്ന് ചായ കുടിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം പറയുകയും ചെയ്യുക എന്ന് പറയുന്നത്, അതിന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ തികട്ടി വരും. കാരണം അത്രമാത്രം വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും സമൂഹ മധ്യേ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആ മനുഷ്യൻ. സന്ദീപ് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം BJP കൗൺസിലർമാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തന്നെ വോട്ടുകളും അങ്ങോട്ടേക്ക് വരും. പിക്ചർ അബി ബാക്കി ഹേ എന്നൊക്കെയാണ് സന്ദീപ് പറയുന്നത്. അങ്ങനെ വോട്ട് പോകുന്നു കരുതുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അത് ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് വളരെ വലിയ ഗുണമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ പത്മജ പറഞ്ഞത് കേട്ടാൽ മതിയല്ലോ. പത്മജ ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു, ഇപ്പോൾ BJPയിലേക്ക് പോയ ആളാണ്. പത്മജയുടെ വാക്കുകൾ മാത്രം മതി, ഒന്ന് മനസ്സിലിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി സന്ദീപ് വാര്യർ. UDFും LDFും ഒരുപോലെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരിടത്ത് ഈ തരത്തിൽ ഉള്ള ഒരു കൂടുമാറ്റം. പാലക്കാട് നിയോജക മണ്ഡലം BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമല്ല. അത് ആരോ പറഞ്ഞു വരുത്തിയിട്ടുള്ള തൻകാര്യം നേടാൻ വേണ്ടി പറഞ്ഞു വരുത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ശ്രീധരൻ നിന്നപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പേഴ്സണൽ 2 തവണ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതിന് മുമ്പിൽ അത് യഥാർത്ഥത്തിൽ അതിലൊരു ട്രിക്കാണ്. കാരണം BJP ഇവിടെ ജയിക്കാൻ പോകുന്നു എന്നറിയുന്ന പബ്ലിസിറ്റി ആരാണ് ഉണ്ടാക്കിയത്? അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടാക്കിയതല്ലേ. മനസ്സിലായില്ലേ? വർഗീയ ശക്തി എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വീടുകളിൽ പോയി, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിലെല്ലാം അവർ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്, എഴുതി കൊടുക്കുകയാണ്. ഇത്രയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ച സന്ദീപ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇവിടെ ന്യൂനപക്ഷ വോട്ട് തങ്ങൾക്കൊപ്പമാണെന്ന് കോൺഗ്രസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വോട്ടിൽ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇപ്രാവശ്യം വളരെയേറെ പ്രശ്നങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അതെല്ലാ വിഭാഗത്തിൽ നിന്നും ഉണ്ടാവും. ഇപ്പോൾ ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ കുറേ വോട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് ഇളക്കാൻ പറ്റില്ല. ഇതിൽ 1ാം സ്ഥാനം LDF തന്നെ. 2ാം സ്ഥാനത്തിന് മത്സരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. 2ാം സ്ഥാനം BJP അത്രക്ക് ഇവിടെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.